ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ ബീഫൊക്കെ നല്ലപോലെ കഴുകിയിട്ട് വെള്ളം പാരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിത് കുക്കറിൽ ഉണ്ടാക്കണം. അതിലേക്ക് 2 വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, 2 തക്കാളി ഇട്ടിട്ടുണ്ട്, പിന്നെ എനിക്ക് ഒരു തുണ്ട് ഇഞ്ചിയും ഒരു കൂട് വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് ഇട്ടത്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി. ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ടതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ബീഫ് അതിലേക്കിട്ടുണ്ട്. ബീഫ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. നമുക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഞാനിതൊരു 5 വിസിലടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ട് അടുപ്പിക്കുക. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അതിൻ്റെ എയർ പോണ സമയം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം. അതിൽ ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഉലുവ ഇട്ടിട്ടുണ്ട്, വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതിന് ശേഷം ഞാനൊരു വലിയ ഉള്ളി ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിൽ കൊട്ടിയിട്ട് ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ നല്ലപോലെ വറ്റിച്ചെടുക്കുക. വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൽ പച്ചമുളകും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇടുക. ഇത്ര നേരം വീഡിയോ കണ്ടതിൻ്റെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബായ്. കിടിലൻ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.